നമസ്കാരം. ഏറ്റവും കൂടുതൽ മോട്ടറിന് കംപ്ലൈൻറ്റ് വരുന്നത് ഹബ് മോട്ടറിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നവരിൽ കൂടുതൽ പേരും ഒന്നെങ്കിൽ ഓലയുടെ S1X അല്ലെങ്കിൽ ഓലയുടെ എയർ അല്ലെങ്കിൽ TVS iQube കസ്റ്റമേഴ്സാണ്. അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഉള്ളത് ഓലയുടെ കസ്റ്റമേഴ്സിനാണ്. ഈ ഹബ് മോട്ടോറിന് കംപ്ലൈൻറ്റ് വരുമ്പം ചിലതൊക്കെ റിപ്പയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ചിലതൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. ഞാൻ ഈയിടെ കമ്മ്യൂണിറ്റി ടാബിൽ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓലയിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ iQube പറ്റിയിട്ടും. അതായത് ഈ 2 വണ്ടികളുടെയും ഹബ് മോട്ടോർ മാറ്റി പുതിയത് വെച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനാണ് ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഹബ് മോട്ടോർ മാറ്റി വെച്ച ഓലയുടെ 8 പേരും അതുപോലെ തന്നെ TVS iQube 3 പേരും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് മാറ്റിയ ഹബ് മോട്ടോറിലെ നമ്പറും അതേപോലെ തന്നെ അവരുടെ വണ്ടിയുടെ RCയിലെ നമ്പറും ഇത് രണ്ടും മാച്ച് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു, രണ്ടും സെയിം ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് എനിക്ക് അയച്ചു തരാനാണ് പറഞ്ഞത്. ഇത് ഓല ഓണർ അജ്മലിൻ്റെ മോട്ടോർ നമ്പറും അതുപോലെ തന്നെ RCയുമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മോട്ടോർ നമ്പറും അതുപോലെ തന്നെ RCയിലെ മോട്ടോർ നമ്പറും വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് കാണാം. അതേപോലെ ഇത് മറ്റൊരു ഓല ഓണർ ശ്രീജിത്തിൻ്റെ മോട്ടോർ നമ്പറും RCയുമാണ്. ഇതിലും നമ്പർ വ്യത്യസ്തമായി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് TVS iQube ഓണർ രജീഷിൻ്റെ മോട്ടോർ നമ്പറും RCയിലെ മോട്ടോർ നമ്പറുമാണ്. ഇതും ഹബ് മോട്ടോർ കേടായിട്ട് മാറ്റിയതാണ്, പക്ഷേ മോട്ടോറിലും RCയിലും നമ്പർ സെയിം ആണ്. ഇനിയും കൂടുതൽ വീഡിയോസ് ഉണ്ട്, മറ്റുള്ളവരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ അത് കാണിക്കേണ്ടെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ ചിലർക്ക് ഇപ്പോഴും ഈ കാര്യം അറിയില്ലെന്ന് ഈ ഹബ് മോട്ടറുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ RCയിലുള്ള മോട്ടോർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിലെ മോട്ടോർ നമ്പറും വ്യത്യസ്തമാണെങ്കിൽ അതിപ്പോൾ ഏത് മോട്ടറാണെങ്കിലും ശരി, അത് നിയമവിരുദ്ധമാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കില്ല, 1 രൂപ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ മോട്ടോറിൻ്റെ നമ്പർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ആഘോഷമായിരിക്കും. മോട്ടോർ മാറ്റുന്ന സമയത്ത് പുതിയ മോട്ടോറിലെ നമ്പർ RCയിൽ ചേർക്കേണ്ടത് നിർബന്ധമാണ്. അത് വാഹന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. TVS iQube അത് കൃത്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഓല അത് ചെയ്ത് കൊടുക്കാത്തത്? ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് RTOയിൽ പരാതിപ്പെടുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഓലയുടെ കസ്റ്റമർ അജ്മൽ ജോയിന്റ് RTOയ്ക്ക് കൊടുത്ത പരാതിയാണത്. പക്ഷെ അവരും കൈ മലർത്തി എന്നാണ് അജ്മൽ പറഞ്ഞത്. ഈ കാര്യം ഓലയുടെ കമ്പനിയിൽ പോയി പറയാനാണ് RTOയിൽ നിന്നും അജ്മലിനോട് പറഞ്ഞത്. പക്ഷെ കമ്പനി അത് ചെയ്ത് തരാത്തത് കൊണ്ടാണല്ലോ അജ്മൽ RTOയ്ക്ക് പരാതി നൽകിയത് അല്ലേ? ഇനിയിപ്പം കൺസ്യൂമർ കോർട്ടിൽ പോവുകയല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? അതായത് നമുക്ക് തന്നെ ഈ ഒരു നമ്പർ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സത്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, അതായത് മോട്ടോർ എന്തെങ്കിലും കേട് വന്നിട്ട് പുതിയ മോട്ടോർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. RCയിലുള്ള നമ്പർ തന്നെയാണോ മോട്ടോറിലുള്ളതെന്ന് ഡെഫിനറ്റ്ലി ഒന്ന് നോക്കണം. ഇപ്പോൾ ഹബ് മോട്ടർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ പറ്റും, പക്ഷേ മറ്റുള്ള മോട്ടോറുകൾ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലീസ്. നമ്പറിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് അപേക്ഷ നൽകുക. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് വായിക്കുക. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും മാർഗം ആരെങ്കിലും നിർദ്ദേശിച്ചാൽ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇനിയിപ്പം ഒന്നും നടന്നില്ലെങ്കിൽ കൺസ്യൂമർ കോർട്ട് തന്നെ രക്ഷ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.